ഹലോ, മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അവർക്കുള്ള പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവർക്ക് മധുരമുള്ളതിനേക്കാളും കുറച്ചൊക്കെ എരിവുള്ളത് കഴിക്കാനിഷ്ടം. എല്ലാവർക്കും അത് സന്ധ്യയാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇത് പുഴുങ്ങല്ല ചെയ്യണത്, ചൂടാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇത് പഴയ ഫ്രൈ പാനിലാണ് ഇതൊക്കെ ചെയ്യുക. കാരണം ശർക്കരയൊക്കെ ഒലിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുമല്ലോ. പിന്നെ ഇത് ഈ വക പരിപാടിയൊക്കെ നിങ്ങൾക്കുണ്ടാകും. ഇതിന് ഇവിടെ ഭയങ്കര അടിയാട്ടോ. പിന്നെ ഈ അട ഉണ്ടാക്കി കഴിയുന്നുണ്ടെങ്കിൽ കഴിക്കുന്ന നേരത്തെ ഞാൻ ഇലയൊക്കെ മാറ്റുള്ളൂ. അപ്പോൾ ഇതേ ഒരാൾ വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് വരുമ്പോൾ തന്നെ രണ്ടാളും വന്നു. പിന്നെ മേലൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ആവണിക്ക് വൈകിട്ടാണ് ട്യൂഷൻ. ആവണി പിന്നെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു അംഗ്യം കാണിക്കൂട്ടെ. പിന്നെ ഇന്ന് അബാക്കസിൻ്റെ എക്സാമൊക്കെ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിൽ മാർക്ക് കുറവുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ നല്ല മാർക്കുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറയുകയും കാണിച്ചു തരികയൊക്കെ ചെയ്യുക. പിന്നെ അതിനിടയ്ക്ക് സ്കൂൾ വിശേഷങ്ങളും പറയുന്നുണ്ട്. പിന്നെ ഒരു 1.5 ആഴ്ചയായിട്ട് ഇതാ ഈ ഒരു സാധനം ഇവിടെ ഉണ്ട്. പിന്നെ ഒരുവിധം ജന്തുജീവജാലങ്ങൾക്കൊക്കെ ഞാൻ ഭക്ഷണം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കൊടുക്കാൻ കാരണം ഇവിടെ ഈ ആന, പുലി, സിംഹം ഈ വക ജന്തുക്കൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജന്തുക്കളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതിനൊരു അലേർട്ട് തരാനായിട്ട് ഇത് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ഞാനും വിചാരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ആവണീനെ വൈകിട്ട് ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ പോയി. പിന്നെ വീട്ടിൽ വന്നിട്ട് അവളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് തരാണ് കണക്ക്. എനിക്കാണെങ്കിൽ കണക്ക് കണ്ണ് നേരെ കണ്ടുകൂടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും പുസ്തകം വായിക്കൂട്ടാ. ഇതാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പുസ്തകമാണ്, പകുതി വരെയായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.